ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ. സോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, ഞാൻ ഓൾറെഡി നിങ്ങളുടെ +2 എക്കണോമിക്സിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ മോഡൽ എക്സാമിനേഷൻ്റെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ഇതെല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. കാരണം പാർട്ട് 1 കണ്ട ഒരാൾക്ക് ചിലപ്പം പാർട്ട് 2 പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഞാൻ പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ കമൻറ്റായിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നതിൽ നല്ലല്ലോ, ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വീഡിയോയിൽ. എന്താണ് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ, +2 എക്കണോമിക്സ് മോഡൽ എക്സാമിനേഷൻ മാർച്ചിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സോ ഈ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം, ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഇറ്റ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. അതായത് അന്തിമ ഉപഭോക്താക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളും സേവനങ്ങളും അറിയപ്പെടുന്നത് എന്താണ്, എങ്ങനെയാണ് അത് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ്, റോ മെറ്റീരിയൽ, ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സ്. അപ്പൊ ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കൺസ്യൂമർ ഗുഡ്സ് ആണ്. മലയാളത്തിൽ ഉപഭോഗ വസ്തുക്കൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, എ ഫേം cannot vary all its inputs in their production process. If so, which of the following is associated with the above statement? ഒരു ഉൽപാദന യൂണിറ്റ് അതിന്റെ ഉൽപാദന പ്രക്രിയയിൽ എല്ലാ നിവേശനങ്ങളും മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നത് പ്രസ്താവനയിൽ ഏതുമായാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഷോർട്ട് റൺ റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മലയാളത്തിൽ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്നാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ദ ഇൻപുട്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് നോൺ ആസ് ഡാഷ്. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിവേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വരുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, ടോട്ടൽ പ്രോഡക്റ്റ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ ബി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ഘടകങ്ങളാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബി. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദന യൂണിറ്റിന്റെ ചോദന വക്രം എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഡൗൺവേർഡ് സ്ലോപ്പ് കർവ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഓപ്ഷൻ എ. പൂർണ്ണമായും ഇലാസ്തികമാണ് എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. തിരഞ്ഞെടുക്കൽ എന്ന പ്രശ്നം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം abundance of resources, efficiency in technology, increase in productivity, scarcity of resources. ശരിയായ ഉത്തരം scarcity of resources, വിഭവ ദൗർലഭ്യമാണ് ശരിയായ ഉത്തരം. റെഡി അല്ലേ? അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഇൻ ദ ഇക്വേഷൻ p1x1 plus p2x2 is equal to m, slope of the budget line is dash. p1x1 plus p2x2 is equal to എന്ന സമവാക്യത്തിൽ ബജറ്റ് രേഖയുടെ ചരിവ് എന്താണ്? മൈനസ് p1 by p2, p1x1, m by p2, m by p1. ശരിയായ ഉത്തരം മൈനസ് p1 by p2, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. റെഡി അല്ലേ? അടുത്ത ചോദ്യം, ദ അപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത ധനകാര്യ സ്ഥാപനം എന്താണ് അറിയപ്പെടുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ്. ശരിയായ ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എട്ടാമത്തെ ചോദ്യം, ആനുവൽ ഫങ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഈസ് നോൺ ആസ് ഡാഷ്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എന്താണ്? ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, റവന്യൂ റിപ്പോർട്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് റിപ്പോർട്ട്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്, ബഡ്ജറ്റ്.
ബഡ്ജറ്റ് ആണ് ശരിയായ ഉത്തരം. 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് കൺസംഷൻ ഫംഗ്ഷൻ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉപഭോഗധർമ്മം കാണിക്കുന്നത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് സേവിങ്സ്, റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം, റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, റിലേഷൻ ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻകം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള ബന്ധം എന്നാണ് ശരിയായ ഉത്തരം. ഈ ഒരു ഭാഗത്തെ, ഈ ഒരു സെക്ഷനിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ അവസാനത്തെ ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻ വിച്ച് നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ് ഫോർ വൺ അനദർ. ദേശീയ കറൻസികൾ പരസ്പരം വിപണനം ചെയ്യപ്പെടുന്ന കമ്പോളം എന്താണ് അറിയപ്പെടുന്നത്? ഷെയർ മാർക്കറ്റ്, ഗുഡ്സ് മാർക്കറ്റ്, ഫാക്ടർ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓഹരി കമ്പോളം, സാധന കമ്പോളം, ഘടക വിപണി, വിദേശ വിനിമയ കമ്പോളം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിദേശ വിനിമയ കമ്പോളം. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കുകയാണ്. 11ാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 2 സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിലെ മൂലധന വരുമാനത്തിന്റെ ഏതെങ്കിലും 2 ഉറവിടങ്ങൾ എഴുതുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഉത്തരം ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, 2 പബ്ലിക് ബോറോയിങ്സ്. ഓക്കെ, ഇത് ഒരു രീതിയിലും ഗവൺമെന്റിന് അസറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുമില്ല, അതേ സമയത്ത് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, റെഡി? സോ ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും, ഡിസ്ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ പബ്ലിക് ബോറോയിങ്സും. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് other than currency notes and coins in the economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണരഹിത ഇടപാട്, കറൻസി നോട്ടുകളും നാണയങ്ങളും ഒഴികെയുള്ള ഇടപാടിനെയാണ് പണരഹിത ഇടപാട് എന്ന് പറയുന്നത്. അതിനുള്ള 2 ഏതെങ്കിലും മാർഗങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് UPI, ATM, ക്രെഡിറ്റ് കാർഡ്, ഇതിൽ ഏത് വേണമെങ്കിലും എഴുതി, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയോ? ഓക്കെ, അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, റൈറ്റ് ദ എക്കണോമിക് ടേം യൂസ്ഡ് ഫോർ ഹിയർ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു എക്കണോമിക് ടേം, അതായത് സാമ്പത്തിക പദം എന്താണെന്നാണ് പറയേണ്ടത്. 1ാമത്തെ ചോദ്യം, ദ പ്രൈസ് അറ്റ് വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. കമ്പോള ചോദനവും കമ്പോള പ്രദാനവും തുല്യമാകുന്ന വില എന്താണ്? അത് അറിയപ്പെടുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ് അത് അറിയപ്പെടുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, 2, the situation in which if at a price market supply is greater than market demand. ഒരു പ്രത്യേക വിലയിൽ കമ്പോള പ്രദാനം കമ്പോള ചോദനത്തേക്കാൾ കൂടുതലായിരിക്കുന്ന അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് എക്സസ് സപ്ലൈ. എക്സസ് സപ്ലൈ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, ലിസ്റ്റ് any 2 features of total revenue curve of a firm under perfect competition. പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ മൊത്ത വരുമാന വക്രത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യുക. 1, ഇറ്റ് ഈസ് an upward sloping straight line. ഓക്കെ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്, TR എന്ന് പറയുന്നത് ഇറ്റ്സ് an upward sloping straight line ആണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, അതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈനുമാണ്. 15ാമത്തെ ചോദ്യം, find the vertical intercept and horizontal intercept from the given budget line equation. നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്, 5x1 plus 2x2 is equal to 20. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. There is equations for vertical intercept and horizontal intercept. Equation for vertical intercept is equal to m divided by p2. Okay, so here m is equal to 20 and p2 is equal to 2. Ready? So വളരെ കൃത്യമായി നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് m എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 divided by 2, that is 10. Okay, അടുത്തത് നല്ല രീതിയിൽ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ m ഡിവൈഡഡ് ബൈ p1 ആണ്. m എത്രയാണ്? 20 ആണ്. അപ്പൊ 20 ഡിവൈഡ് ബൈ p1 എന്ന് പറയുന്നത് 5 ആണ്.
So 20 divided by 5, that is 4. Clear അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് വേണ്ടത്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ലൈറ്റ് ആയിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ആൻസർ any 4 questions from 16 to 20. Each carries 3 scores. List any 3 properties of indifference curve. Indifference curveന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യുക. Indifference curve is convex to origin. Higher indifference curve gives higher utility. Two indifference curve never sect each other. Indifference curve എപ്പോഴും ഒറിജിന് കോൺവെക്സ് ആയിട്ടാണ് നിൽക്കുക. ഹയർ ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഹയർ യൂട്ടിലിറ്റി ആണ് നൽകുക. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല, കൂട്ടിമുട്ടില്ല. 17ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ 3 ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. 3 ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്, ഒന്ന് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, 2 കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, 3 ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ ഇതിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് നോക്കാം. When a proportional increase in all inputs results in an increase in an output by a larger proportion. നമ്മളിപ്പോ ഒരു 10% ഇൻക്രീസ് ആണ് ഇൻപുട്ടിൽ കൊടുത്തതെങ്കിൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്, അതായത് 10%-ത്തേക്കാൾ കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാറ്റം. ഇനി കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ when a proportional increase in all inputs results in an increase in output by the same proportion. 10% ഇൻക്രീസ് ആണ് നമ്മൾ ഇൻപുട്സിൽ വരുത്തിയതെങ്കിൽ 10% തന്നെയായിരിക്കും റിസൾട്ടിൽ, അതായത് ഔട്ട്പുട്ടിൽ എന്തുണ്ടാവുക, വ്യത്യാസം ഉണ്ടാവുക, സെയിം ആയിരിക്കും. ഇൻപുട്ടിൽ എത്രയാണോ മാറ്റം ഉണ്ടാക്കുന്നത് അത്രയും മാറ്റം തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും ഉണ്ടാക്കുക, സെയിം ആയിരിക്കും, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ഇനി ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വെച്ചാൽ when a proportional increase in all input results in an increase in output by a smaller proportion. അതായത് 10% ഇൻക്രീസ് നമ്മൾ ഇൻപുട്ടിൽ വരുത്തി കഴിഞ്ഞാൽ 10%-ത്തേക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം. ക്ലിയർ അല്ലേ? റെഡി. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ഡു ഫോളോയിങ് സിറ്റുവേഷൻസ് അഫക്ട് സപ്ലൈ കർവ് ഓഫ് എ ഫേം ബൈ യൂസിങ് ഡയഗ്രാം. അതായത് നമ്മളിപ്പോ സപ്ലൈ കർവിൽ മാറ്റം ഉണ്ടാവാറുണ്ട് അല്ലെ, അത് ഇനി പറയാൻ പോകുന്ന സിറ്റുവേഷൻസിൽ സപ്ലൈ കർവ് ഏത് രീതിയിലായിരിക്കും മാറുക എന്നാണ് പറയേണ്ടത്. ഒന്ന്, പ്രൈസ് ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗുഡ് ഉണ്ട്, ആ ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒത്തിരി റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്സ് ഉണ്ട്. ആ ഇൻപുട്ടുകളുടെ വിലയിൽ വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ നമ്മൾ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക, അല്ലെങ്കിൽ സപ്ലൈനെ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക. സോ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന നിവേശങ്ങളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്. കാരണം സപ്ലൈ കുറയാണ് ചെയ്യുക, ഇൻക്രീസിങ് ആയിരിക്കും വരിക. ഡയഗ്രത്തിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇൻക്രീസിങ് സപ്ലൈ ഡിക്രീസ് ആവാണ്, സപ്ലൈ ഡിക്രീസ് ആവാണ് ചെയ്യുക, സപ്ലൈ കുറയും. സപ്ലൈ കുറയാൻ മീൻസ് എന്താവും, ലെഫ്റ്റ് വേർഡിലേക്ക് പോകും, കുറച്ചുകൂടെ ഇടത് ഭാഗത്തേക്കായിട്ടായിരിക്കും സപ്ലൈക്ക് വരിക. കാരണം സപ്ലൈ എന്താവും, കുറയും, ഡിക്രീസ് ചെയ്യും, ഡിക്രീസ് ആണ്. ഓക്കെ, അടുത്തത്, ടെക്നോളജി യൂസിങ് ഈസ് അഡ്വാൻസ്. ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ നന്നായി മെച്ചപ്പെടുകയാണെങ്കിൽ കർവ് റൈറ്റ് വേർഡ് ആയിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക, അതായത് സപ്ലൈ കൂടും. ഓക്കെ, സോ ആദ്യത്തെ കേസ് നെഗറ്റീവ് ആയിരുന്നു, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉൽപാദനം കുറയ്ക്കും. ഓക്കെ, പ്രൊഡക്ഷൻ കുറയ്ക്കും, അതിന്റെ ഭാഗമായി സപ്ലൈയും കുറയും, അതിന്റെ ഭാഗമായി സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് പോകും. ഇനി ടെക്നോളജി ഒക്കെ ഇംപ്രൂവ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും, അപ്പൊ സപ്ലൈ കൂടും, അപ്പൊ എന്താണ്, സപ്ലൈ കർവ് റൈറ്റിലോട്ടാണ് വരിക. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 19ാമത്തെ ചോദ്യം. നമുക്ക് കുറച്ച് വേരിയബിൾസ് തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഇങ്ങനെയൊക്കെയായിരുന്നു, ബാങ്ക് ഡെപ്പോസിറ്റ്, പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ്, ബർത്ത് റേറ്റ്, നാഷണൽ ഇൻകം, ഇതൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ എന്തൊക്കെയാ വരാന്ന് വെച്ചാൽ, സ്റ്റോക്ക് മീൻസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ അത് മെഷർ ചെയ്യുക. ബാങ്ക് ഡെപ്പോസിറ്റ്, ക്യാപിറ്റൽ, പോപ്പുലേഷൻ, ഇതൊക്കെ സ്റ്റോക്കിൽ വരും. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓവർ പീരീഡ് ഓഫ് ആയിട്ടാണ് നമ്മൾ അത് മെഷർ ചെയ്യുക. നാഷണൽ ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, ബർത്ത് റേറ്റ് ഒക്കെ ഫ്ലോയിൽ വരും. ക്ലിയർ അല്ലേ? അടുത്തത് ഈ സെക്ഷനിൽ, അതായത് നിങ്ങളുടെ 3 മാർക്കിന്റെ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്, അവസാനത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? അതെന്ന് പറയുന്നത്
Write the three ways in which open economy can establish economic linkages with the other countries. തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള 3 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെ പറയാം? ഔട്ട്പുട്ട് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്. സോ ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എക്കോണമി ക്യാൻ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് അതർ കൺട്രീസ്. ഓക്കെ, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഗുഡ്സും സർവീസസും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫൺ an economy can buy financial assets from other countries. ഓക്കെ, അതായത് എക്കോണമിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ്സുകൾ വാങ്ങാന് പറ്റും. അതായത് എക്കോണമി ക്യാൻ ബൈ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഷെയർസ്, ഡിബെഞ്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് വരിക. അതെന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും മറ്റുള്ള കൺട്രീസുമായിട്ട്. ഓക്കെ, ആൻഡ് ലേബർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേംസ് ക്യാൻ ചൂസ് വെയർ ടു ലൊക്കേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് വർക്കേഴ്സ് ടു ചൂസ് വേർ ടു വർക്ക്. അതായത് ഫേമിന് ചൂസ് ചെയ്യാൻ പറ്റും എവിടെ നമുക്ക് പ്രൊഡക്ഷൻ വെക്കാൻ സാധിക്കും, എവിടെ നിന്നൊക്കെ നമുക്ക് വർക്കേഴ്സിനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും വർക്കിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് 3 മാർക്കിന്റെ ചോദ്യത്തിന്റെ സെക്ഷൻ. അടുത്ത നമ്മൾ 4 മാർക്കിലേക്ക് കടക്കുവാണ്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം യൂസിങ് എ ഡയഗ്രാം. ഓക്കെ, ഒരു ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു ചിത്രമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന് നമുക്കൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് വരയ്ക്കുന്നത്. സോ ഇവിടെ എക്സ് ആക്സിസിൽ എമൗണ്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചും വൈ ആക്സിസിൽ എക്സ്ചേഞ്ച് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി, നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് ആ ഒരു മാർക്കറ്റിലെ ഡിമാൻഡിന്റെയും സപ്ലൈനെയും, ഫോറിൻ കറൻസിയോടുള്ള ഡിമാൻഡിന്റെയും സപ്ലൈനുള്ള ആ ഫോംസ് ആണ്, അല്ലെങ്കിൽ ദീസ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിക്കുള്ള ഡിമാൻഡും സപ്ലൈ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ഗവൺമെന്റിന് യാതൊരു ഇന്റർവെൻഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എമേർജ് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. മാക്രോ എക്കണോമിക്സിന്റെ ആ ഒരു ആവിർഭാവത്തിന്റെ കാരണങ്ങൾ. ഓക്കെ, സോ അണ്ടിൽ 1929 the emphasis was on classical concepts of full employment, laissez-faire. ഓക്കെ, അതായത് ഒരു 1929 വരെ ക്ലാസിക്കൽ കോൺസെപ്റ്റ്സ് ആയിരുന്നു നിലനിന്നിരുന്നത്. കാരണം അവിടെ പറഞ്ഞു വെച്ചാൽ വർക്കേഴ്സ് എംപ്ലോയ്മെന്റിന് റെഡി ആണെങ്കിൽ ഫാക്ടറീസ് ഒക്കെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യും, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന സമയത്ത് അത് പ്രൂവ് ചെയ്തു ഈ ഒരു ക്ലാസിക്കൽ ഐഡിയ തെറ്റാണ്. ആളുകൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിലും എംപ്ലോയ്മെന്റ് ഉണ്ടായിക്കൊള്ളണം എന്ന് യാതൊരു ഉറപ്പുമില്ല. സോ ജെയിം കെയ്ൻസ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ജനറൽ തിയറി ഇൻകം എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് മാത്രം നടക്കില്ല, എക്കോണമിയിൽ ഒരുപാട് സെക്ടേഴ്സ് ഇന്റർ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ അതൊക്കെയായിരുന്നു ഒരു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിലേക്കുള്ള ഒരു ആവിർഭാവത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് വന്നത്. അപ്പൊ ജെയിം കെയ്ൻസ് ആണ് ഈ മാക്രോ എക്കണോമിക്സിലേക്കുള്ള ഒരു കീ കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗ്രാഫിക്കലി ഇല്ലുസ്ട്രേറ്റ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ എക്കോണമി. ഒരു ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം ഗ്രാഫിന്റെ സഹായത്തിൽ ചിത്രീകരിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഫേമും ഹൗസ് ഹോൾഡ് ഇങ്ങനെ രണ്ട് സെക്ടേഴ്സ് ആണുള്ളത്. ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക്, ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നതാണ് എന്ത്? ഫാക്ടർ സർവീസസ് ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിന് വേണ്ടിയിട്ട് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നതാണ് ഫാക്ടർ പേയ്മെന്റ്സ്. അതായത് ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ഇനി ഫേമിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എൻറ്റയർലി ഹൗസ് ഹോൾഡിന് വിൽക്കുന്നുണ്ട്. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് പോകുന്നത് ഹൗസ് ഹോൾഡിലേക്ക്. ഇതിനു വേണ്ടി ഹൗസ് ഹോൾഡ് അവരുടെ എൻറ്റയർ ഇൻകം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ സേവിങ്സ് ഒന്നും വെക്കുന്നില്ല, അതുപോലെ ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാന്ന് വെച്ചാല് ഇറ്റ്സ് എ പിക്ടോറിയൽ ഇല്ലസ്ട്രേഷൻ ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ് among different sectors of economy
and the flow of goods and services and factor services B and D is called real flow. Okay, B and D ആണ് real flow. അതായത് the flow of goods and services അതുപോലെ തന്നെ factor services. Okay, B എന്ന് കാണുന്നതാണ് goods and services, D എന്ന് കാണുന്നതാണ് factor services. ഇതിനെ രണ്ടിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? That is called real flow. ഇനി മണി ഫ്ലോ ഉണ്ട്. മണി ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലോ ഓഫ് മണി ആസ് ഫാക്ടർ പേയ്മെന്റ് ആൻഡ് സ്പെൻഡിങ് ഈസ് കോൾഡ് മണി ഫ്ലോ. ഇവിടെ എ ആൻഡ് സി ആണത്. എ എന്ന് പറയുന്നത് സ്പെൻഡിങ്ങും സി എന്ന് പറയുന്നത് ഫാക്ടർ പേയ്മെന്റും. അതാണ് മണി ഫ്ലോ. മറ്റേത് റിയൽ ഫ്ലോ. റെഡി അല്ലേ? അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. അനലൈസ് പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗ് എന്താണെന്നാണ് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടത്. പ്രൈസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വില പരിധി എന്ന് പറയും. വില പരിധി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ upper price limit imposed by the government. It will always be less than the equilibrium price. അതായത് അതിന്റെ ഒരു എഫക്റ്റ് വരിക എക്സസ് ഡിമാൻഡ് ആയിരിക്കും. അതായത് ആളുകള് ഒത്തിരി പ്രൊഡക്ട്സ് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് നെസസറി ഐറ്റംസ് ലൈക്ക് കെറോസിൻ, വീറ്റ്, റൈസ്, ഷുഗർ ഇങ്ങനെയുള്ള നെസസറി പ്രൊഡക്ട്സിന്റെ മുകളിൽ വലിയ വില ചുമത്തി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് അഫോർഡബിൾ ആവില്ല. സോ ആളുകൾക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറഞ്ഞ ഒരു വിലയായിരിക്കും നിശ്ചയിക്കുക, ഗവൺമെന്റ് നിശ്ചയിക്കുക, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് നെസസറി ഗുഡ്സ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ മാക്സിമം ലിമിറ്റ് എത്ര വരെ ആകാം, അതിൽ കൂടാൻ പാടില്ല. ആ ഒരു മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഇത് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസ് എന്താണോ അതിന്റെ താഴെ ആയിട്ടായിരിക്കും ഫിക്സ് ചെയ്യുക. കാരണം ഇക്വിലിബ്രിയം പ്രൈസിൽ എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അത് എക്സസ് ഡിമാൻഡിന് കാരണമാകും. കാരണം വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. 4 മാർക്കിന്റെ ചോദ്യങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 5 മാർക്കിന്റെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സോറി, 5 മാർക്കിന്റെ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം, analyze the optimal choice of consumer by drawing indifference curve and budget line. Okay, അതായത് എപ്പോഴാണ് ഒരു കൺസ്യൂമറിന് ചോയ്സ് ഒപ്റ്റിമം ആവുക? ബഡ്ജറ്റ് ലൈന് എപ്പോഴാണോ ഇൻഡിഫറൻസ് കർവിൽ ടച്ച് ചെയ്യുന്നത് ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണ് കൺസ്യൂമറിന്റെ ഒപ്റ്റിമം എന്ന് പറയുന്നത്. A consumer is said to be in equilibrium when he attains maximum satisfaction from his limited income. Okay, ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ ഇൻകം ഉപയോഗിച്ച് അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാകുന്ന ഒരു ബണ്ടില് ചൂസ് ചെയ്യാണ്. അപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക. സോ സാറ്റിസ്ഫാക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഇൻഡിഫറൻസ് കർവ്, ഇൻകം ഈസ് റിലേറ്റഡ് വിത്ത് ബഡ്ജറ്റ് ലൈൻ. സോ ഇത് രണ്ടും എപ്പോഴാണ് കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ ടാൻജന്റ് ആവുന്നത്, ബഡ്ജറ്റ് ലൈന് ഏത് ഇൻഡിഫറൻസ് കർവ് ആണോ ബഡ്ജറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് ആ ടച്ച് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവിലുള്ള ഒരു ബണ്ടിലായിരിക്കും കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. So at consumer's equilibrium, indifference curve should be tangent to the budget line and the slope of the indifference curve is equal to the slope of the budget line. Indifference curve ന്റെ സ്ലോപ്പും ബഡ്ജറ്റ് ലൈനിന്റെ സ്കോപ്പും അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഡി അല്ലേ? സോ ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ്സും ഉണ്ട്. സോ ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈന് ടച്ച് ചെയ്യുമ്പോഴുള്ള x1 x2 എന്നുള്ള ബണ്ടിലാണ് എന്ത് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അറ്റ് എ പ്രൈസ് ഓഫ് ₹6 the consumer demands 30 units of a good. അതായത് വില 6 ആയിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഡിമാൻഡ്? 30 ആണ് ഡിമാൻഡ്. അപ്പൊ P എന്ന് പറയുന്നത് 6 ഉം Q എന്ന് പറയുന്നത് 30 ആണ്. സപ്പോസ് the price of the good increases to 8. 6ൽ നിന്ന് എത്രയായി? 8 ആയി. അതായത് 2 രൂപ കൂടി. അപ്പൊ ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 6ൽ നിന്ന് 8 ആയപ്പോ 2 രൂപ കൂടിയിട്ടുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ പ്രൈസ് 2 ആണ്. അങ്ങനെ കൂടിയപ്പോ ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഫോൾസ് ടു 24. ആദ്യം 30 ആയിരുന്ന ഡിമാൻഡ് 24 ആയിട്ട് കുറഞ്ഞു. അതായത് 6 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ ക്യൂ എത്രയാണ്? 6. കാരണം 30ൽ നിന്നും 24ന്റെ വ്യത്യാസം 6. ഡെൽറ്റ പി എത്രയാണ്? 2. 8ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു ആദ്യത്തെ പ്രൈസ് എത്രയാണ്? ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ എന്താണ്? ക്യൂ എന്താണ്? ആദ്യത്തെ ക്വാണ്ടിറ്റി എത്രയാണ്? 30.
So 6/2 into 6/30, that is 36/60 is equal to 0.6. അപ്പൊ 0.6 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആണ്. അതിന്റെ അർത്ഥം റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ക്ലിയർ അല്ലേ? ഇതിന് തന്നെ വേറൊരു ചോദ്യമുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യനിൽ കുറച്ച് കുറച്ച് പോയിന്റുകൾ, അതായത് ഒരു ബഡ്ജറ്റ് ലൈനിൽ കുറച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. അത് എന്താണ് നമ്മൾ പറയണം. ഓക്കെ, അതിൽ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോ ഇതില് A എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. A എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോഴാണ് എന്ത് ഇൻഫിനിറ്റ് ആവുന്നത്. പിന്നെ ബി കൊടുത്തിട്ടുണ്ട്. ബി മിഡിൽ പോർഷൻ ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി 1 ആണ്, യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഇനി സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ് എന്ത്, ലെസ് ദാൻ 1. പിന്നെ ഡി തന്നിട്ടുണ്ട്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലാസ്റ്റിസിറ്റി 0 ആണ്. 0 ആവുന്നത് എപ്പോഴാണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആവുമ്പോഴാണ് 0 ആവുന്നത്. ഓക്കെ, ഇതിലിപ്പോ പെർഫെക്റ്റ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് മാത്രമേ തരാത്തുള്ളൂ, ബാക്കി 4 തന്നിട്ടുണ്ട്. എ ഇൻഫിനിറ്റി, ബി is equal to 1, സി ലെസ് ദാൻ 1 ആൻഡ് ഡി is equal to 0. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് 28ാമത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഷോർട്ട് റൺ. 3 കണ്ടീഷൻസ് എഴുതാനാ പറഞ്ഞത്. പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഒരു ഉൽപാദന യൂണിറ്റ് ഹ്രസ്വകാല ലാഭം പരമാവധിയാക്കുന്ന ഉൽപ്പന്ന നില ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. നമുക്ക് ഷോർട്ട് റണ്ണില് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, MC must be equal to MR. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ, ഇതൊക്കെ ഒന്നായിരിക്കും. ദാറ്റ് ഈസ് പ്രൈസ്. ഷോർട്ട് റണ്ണില് ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ അവിടുത്തെ പ്രൈസും മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് വേണം. 2, MC is non decreasing. MC താഴാൻ പാടില്ല, കുറയാൻ പാടില്ല. MC ഇങ്ങനെ ഇൻക്രീസിങ് ട്രെൻഡിൽ തന്നെ ആയിരിക്കണം. Then third one, P greater than ഈ AVC, greater than or equal to AVC ആവും. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ മുകളിലായിരിക്കണം പ്രൈസ്. ഇത് മൂന്നും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. when it's get maximum profit. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു 5 മാർക്കിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോറി, ഒരു 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ എ 2 സെക്ടർ എക്കോണമി. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ സഞ്ചിത പ്രചോദനത്തിന്റെ ഘടകങ്ങൾ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്ലയർ മെക്കാനിസം ഓൺ ഇക്വിലിബ്രിയം ഇൻകം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം. ഓക്കെ, റെഡി? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ എക്കോണമി. എക്കോണമിയിലെ മൊത്തം ഡിമാൻഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. 2 components of aggregate demand is the 2 sector of the economy. അത് ഏതൊക്കെയാണ്? കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും. ഓക്കെ, സോ AD is equal to consumption plus investment. So AD is equal to C plus I. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം. അതായത് 2 സെക്ടർ മാത്രമുള്ള ഒരു എക്കോണമി ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ് വരുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം നോക്കാം. ദാറ്റ് ഈസ് write any 2 features of public goods, list the objectives of government budget. അപ്പൊ എന്താണ് പബ്ലിക് ഗുഡ്സ്? പൊതുവസ്തുക്കളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. No one can be excluded from the consumption of such goods. അതായത് ഈ പബ്ലിക് ഗുഡ്സ് ആർക്കും കൺസ്യൂം ചെയ്യാതിരിക്കാൻ പറ്റില്ല. Then no rivalry. There is no rivalry exists in the economy for providing public goods. Free riders ആണ്. It is difficult and sometimes impossible to collect fees for the public good. Okay, ചില സമയങ്ങളിൽ ഫീ വാങ്ങിക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. So these non paying users are called free riders. Okay, അതായത്
ഇങ്ങനെ പൈസ കൊടുക്കാണ്ടാണല്ലോ ആ ഒരു സർവീസ് സ്വീകരിക്കുന്നത്. അവരെ വിളിക്കുന്നവരാണ് ഫ്രീ റൈഡേഴ്സ്. സോ നോൺ എക്സ്ക്ലൂഡബിൾ, ഫ്രീ റൈഡേഴ്സ്, നോ റൈവലറി, ഇതിൽ ഏത് വേണമെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം പബ്ലിക് ഗുഡ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ അടുത്ത ചോദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആണ്. നമുക്ക് എഴുതാം അലോക്കേഷൻ ഓഫ് ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 8 മാർക്കിന്റെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ലിസ്റ്റ് ഔട്ട് 4 functions of central bank. Analyze the functioning of any quantitative credit controlled instruments of central bank. സോ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കേഴ്സ് ടു ദ ഗവൺമെന്റ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ. പിന്നെ 4 എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. കസ്റ്റോഡിയൻ ഒക്കെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് എന്താണ് ഇത് 4 എണ്ണം പറയാം. ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കേഴ്സ് ടു ഗവൺമെന്റ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ, ലാസ്റ്റ് റിസോർട്ട് ഓഫ് ലെൻഡർ ഒക്കെയാണ്. പിന്നെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി, അതായത് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർ.ബി.ഐയുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ്. ഒന്ന് ബാങ്ക് റേറ്റ് ആണ്. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ് ആർ റീഡിസ്കൗണ്ട് റേറ്റ് ഈസ് ദ റേറ്റ് ഫിക്സ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അറ്റ് വിച്ച് it rediscounts the first class bills of exchange and government securities held by the commercial bank. Okay. രണ്ടാമത്തേതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് are the another quantitative method of credit control. There are 2 types of open market operations, outright and repo. Outright open market operations എന്ന് പറയുന്നത് permanent in nature ആണ്. When the central bank buys these securities, thus injecting money into the system. It is without any promise to sell them later. Similarly, when the central bank sells these securities, thus withdrawing money from the system. അതായത് പണം ഇല്ലാത്ത സമയത്ത് എക്കോണമിയിലേക്ക് മണി വരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും എക്കോണമിയിൽ ഓവർഫ്ലോ ആയിട്ട് മണി ഉള്ള സമയത്ത് അത് ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽക്കുകയും ചെയ്യും. സെക്യൂരിറ്റീസ് വിൽക്കുകയും ചെയ്യും. It is without any promise to buy them later. As a result, the injection or absorption of money of a permanent nature. മൂന്നാമത്തെയാണ് varying reserve ratio. അതായത് every commercial bank is required by law to maintain a minimum percentage of its deposit with the central bank. It may be either a percentage of its time and demand deposits separately or of total deposits. During the inflation time, RBI increases reserve ratio, and during deflation time, RBI decreases reserve ratio. Inflation time il എന്ത് ചെയ്യും? RBI reserve ratio increase ചെയ്യും. Deflation time il RBI reserve ratio കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 32ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ആണ്. A garment making unit produces 200 shirts and sells it at a price of ₹500 each. ഒരു garment making product, അതായത് വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഒരു ഷർട്ടിൽ 500 രൂപ വെച്ചിട്ട് 200 ഷർട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപാദനത്തിന് വേണ്ടി 20,000 രൂപയുടെ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. 5,000 രൂപ ഡിപ്രിസിയേഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. വാല്യൂ ആഡഡും നെറ്റ് വാല്യൂ ആഡഡും. അപ്പൊ എങ്ങനെയാണ് വാല്യൂ ആഡഡ് കാണുക? വാല്യൂ ആഡഡ് ഇസ് ഈക്വൽ ടു value of output minus value of intermediate consumption. So ഇവിടെ എങ്ങനെ value of output കാണാം? Price into quantity. എത്ര എണ്ണ വിറ്റത്? 200 ഷർട്ട്. ഒരു ഷർട്ടിന് 500 രൂപ. So 500 into 200 എത്രയാണ്? That is 1 lakh. അപ്പൊ വാല്യൂ ആഡഡ് കണ്ടുപിടിച്ചൂടെ? 1 lakhൽ നിന്നും റോ മെറ്റീരിയൽസ്, അതായത് ഇന്റർമീഡിയറ്റ് കൺസംഷന് 20,000 ആണ് റോ മെറ്റീരിയൽസിന്റെ തുക. 20,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 80,000 രൂപ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് 80,000 രൂപയാണ് എന്തായിട്ട് വരിക? വാല്യൂ ആഡഡ് ആയിട്ട് വരിക. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച എമൗണ്ട്. വാല്യൂ വന്നത് 200 into 500 1 ലക്ഷം മൈനസ് റോ മെറ്റീരിയൽസിന്റെ വാല്യൂ 20,000 രൂപ. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80,000 rupees കിട്ടും. അടുത്തത് നെറ്റ് വാല്യൂ ആഡഡ് ആണ്. നെറ്റ് വാല്യൂ ആഡഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 80,000. അതിൽ നിന്നും ഡിപ്രിസിയേഷൻ വാല്യൂ ആയ 5,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 75,000 ആണ് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റെഡി. പിന്നെ നമ്മളോട് ഇതിൽ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP ഓഫ് എൻ എക്കോണമി. ഒരു എക്കോണമിയിലെ GDP
കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് മെത്തേഡ് എഴുതാം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് എഴുതാം. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എഴുതാം, ഇൻകം മെത്തേഡും എഴുതാം, എക്സ്പെൻഡിച്ചർ മെത്തേഡും ഉണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. പ്രൊഡക്റ്റ് മെത്തേഡിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. Under this method, national income can be measured by adding all the final goods and services produced by each firm in the economy during the financial year. Then, the problem of double counting arises. Double counting means the value of goods or services is added more than once in the calculation of national income. To avoid double counting, we use value added method. വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് വാല്യൂ ആഡഡ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ആഡഡ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഡബിൾ കൗണ്ടിങ് ആയി പോകും. നമ്മൾ നമ്മുടെ ഫേമിൽ അത് യൂസ് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്ത ഫേമും അത് കാണിക്കും. അപ്പൊ ഡബിൾ കൗണ്ടിങ് ആയി പോകും. So here GVI, gross value added, is equal to value of sales by a firm plus value of change in inventories minus value of intermediate goods used by the firm. Value of output is equal to market price into quantity of output. Okay, value of output കണ്ടുപിടിക്കാൻ market price നെ quantity of output കൊണ്ട് multiply ചെയ്താൽ മതി. അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് സെയിൽസ് ബൈ എ ഫേം പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ചസ് ഓഫ് ഇൻവെന്ററി മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇൻകം മെത്തേഡ് ഉണ്ട്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സ് അവരുടെ ഇൻകം റിസീവ് ചെയ്തതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് national income കണ്ടുപിടിക്കുന്നത്. Income received by land is called rent. Income received by labor is called wages and salaries. Income received by capital is called interest. And income received by entrepreneurship organization is called profit. Thus, GDP can be written as എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഈ ഒരു സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിഗ്മ RI plus സിഗ്മ WI plus സിഗ്മ ഐ എൻ പ്ലസ് സിഗ്മ പി ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? GDP കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു മെത്തേഡ് ഉണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അണ്ടർ ദിസ് ഫോർ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓൺ ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഫൈനൽ എക്സ്പെൻഡിച്ചർ categorized under four heads: the final consumption expenditure, the final investment expenditure, the government final consumption expenditure, and the export import revenue. Then the subtract import expenditure from the sum C plus I plus G plus X. അതിൽ നിന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? X minus M ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഇങ്ങനെ കിട്ടും. സോ C plus I plus G plus X minus M ആണ് എന്ത്? GDP എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നതാണ് ഒരു പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? TFC തന്നിട്ടുണ്ട്, 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. Given below is the cost schedule of a firm. Total fixed cost is ₹100. Calculate TVC, AVC, AFC, AC, MC. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് TC തന്നിട്ടുണ്ട് 100, 120, 140, 150, 155 എന്നാണ് TC തന്നിട്ടുണ്ട്. ഇതാണ് TC. ഈ കാണുന്നതാണ് TC എന്ന് പറയുന്നത്. സോ TC തന്നിട്ടുണ്ട്, TFC 100 ആണെന്ന് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. സോ TC TFC കിട്ടിക്കഴിഞ്ഞാൽ TVC കണ്ടുപിടിക്കാലോ. TC എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. സോ ടോട്ടൽ കോസ്റ്റിൽ നിന്നും TFC കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് TVC കിട്ടും. ആദ്യത്തെ കേസ് നോക്കിക്കേ, 100 minus 100 0, 120 minus 100 20, 140 minus 100 40, 150 minus 100 50, 155 minus 50, 155 minus 100 55. സോ TVC കിട്ടി. സോ TVC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ AVC കണ്ടുപിടിക്കാലോ. AVC എങ്ങനെ കാണുക? TVC ഡിവൈഡഡ് ബൈ I. സോ എങ്ങനെയാണ് നമ്മൾ AVC കണ്ടുപിടിക്കുക? AVC എന്ന് പറയുന്നത് TVC ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ആണ്. നമ്മൾ നോക്കിക്കേ, ഒന്നാമത്തെ സിറ്റുവേഷനിൽ TVC 0 ആണ്, അതിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 0 ആണ്. സോ 0 by 0 അല്ല, ഇൻഫിനിറ്റ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ TVC 20 ആണ്,
20 ആവുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ്സ് 1. സോ 20 divided by 1 is equal to 20. അടുത്തത് 40 ആണ് TVC. 40 ആവുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് 2 ആണ്. സോ 40 divided by 2 that is AVC is equal to 20. നെക്സ്റ്റ് TVC എന്ന് പറയുന്നത് 50 ആണ്. 50 divided by quantity 3 ആണ്. സോ 50 divided by 3 ആൻസർ is 16.66. അടുത്തത് 55 ആണ് AVC. സോ AVC divided by എന്ത് ചെയ്യണം 4, that is answer will be 13.75. okay, so ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസറിങ് വരുന്നത്. അടുത്തതാണ് എന്ത്, AFC നമ്മളിപ്പോ കണ്ടുപിടിച്ചു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതിന്റെ കോളം ഇങ്ങനെയാണ് വരുന്നത്: 100, 50, 33.33, then 25, 20, 16.66 ആണ് AFC ന്റെ വരുന്നത്. AFC എങ്ങനെ കണ്ടുപിടിക്കാം? TFC divided by അതിന്റെ ഔട്ട്പുട്ട്. നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നിന്റെ TFC എടുക്കുക. 100 ആണ് TFC, അതിന്റെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AFC കിട്ടും. പിന്നെ AC എന്ന് പറയുന്നത് TC divided by ഔട്ട്പുട്ട് ആണ്. നോക്കിക്കേ, ആദ്യത്തെ TC എത്തിയാ 100 divided by 0 that is nil. പിന്നെ രണ്ടാമത്തെ കേസിൽ AC എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ TC എത്തിയ 120, 120 divided by 1 അതെന്ന് പറയുന്നത് 120 തന്നെ. മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ്? TC എന്ന് പറയുന്നത് 140 ആണ്. 140 divided by 2 അത് 70 ആണ്. അപ്പൊ AC കണ്ടുപിടിക്കാൻ TC divided by Q ചെയ്താൽ മതി. ഇനി MC എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ TC divided by ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആണ്. ഇവിടെ എപ്പോഴും ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് 1 ആണ് അല്ലെ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എന്ന് നോക്കിക്കേ, 0 നിന്ന് 1 ആകുന്നു, അപ്പൊ ചേഞ്ച് 1 ആണ്. 1 ൽ നിന്ന് 2 ആകുമ്പോഴും ചേഞ്ച് 1 ആണ്. 2 ൽ നിന്ന് 3 ആകുമ്പോഴും ചേഞ്ച് 1 ആണ്. 3 ൽ നിന്ന് 4 ആകുമ്പോഴും ചേഞ്ച് 1. അപ്പൊ ഡിവൈഡ് ബൈ എപ്പോഴും 1 ആണ് വരിക. സോ ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതിൽ ചേഞ്ച് ഒന്ന് നോക്കിക്കേ, 100 ൽ നിന്ന് 120 ആവുന്നു. അപ്പൊ എത്രയാ? ആദ്യത്തെ കേസിൽ നില്ലായിരിക്കും. രണ്ടാമത്തെ കേസിൽ 100 ന്ന് 120 ആവുന്ന പറഞ്ഞാല് 20 കൂടി. അപ്പൊ 20 divided by 1 20. അതുകൊണ്ടാണ് ഇവിടുത്തെ ആദ്യത്തെ AC എന്തായത്? 20 ആയത്. ഇനി രണ്ടാമത്തത് 120 ൽ നിന്ന് 140 ആകും. അപ്പൊ എത്രയാ? 120 ൽ നിന്ന് 140 ആവുന്ന വെച്ചാല് 20 കൂടി. അപ്പൊ 20 divided by 1 again എത്രയാണ്? 20 ആണ് വരുന്നത്. ഇനി അടുത്ത നോക്കുക, 120 ൽ നിന്ന് 140 ആയി. അത് നമ്മൾ പറഞ്ഞു. അടുത്തത് 140 ൽ നിന്ന് 50 ആയപ്പോ എത്രയാണ്? 10 ആണ് കൂടിയത്. 140 ന്ന് 150 ആണ് 10 കൂടി. സോ 10 divided by 1 that is 10. ഈ രീതിയിലാണ് MC ചെയ്യുക. ചേഞ്ച് ഇൻ TC divided by ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള അതിന്റെ ഒരു ആൻസറിങ് വരുന്നത്. ക്ലിയർ? ഇനി അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഡ്രോ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കമന്റ് ഓൺ ഇറ്റ്. ഓക്കെ, അതിന്റെ ഷേപ്പ് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് AFC കർവ് ഉണ്ടാവുക. ഇതിന്റെ ഷേപ്പിന്റെ പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്ക് ഈ ആൻസർ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ നല്ല രീതിയിൽ തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്.